ജനുവരി 12 മുതലാണ് നമ്മുടെ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ജാപ്പനീസ് എൻകഫലൈറ്റിസിനെതിരായിട്ടുള്ള ജപ്പാൻ ജ്വരത്തിനെതിരായിട്ടുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ ഒരു ക്യാമ്പയിൻ മോഡിൽ 1 ഡോസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളത് ആരംഭിച്ചത്. മലപ്പുറം ജില്ലയിൽ 14,79,497 കുട്ടികൾക്ക് ആണ് നമുക്ക് വാക്സിൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോ ക്യാമ്പയിൻ തുടങ്ങി ഇന്നിപ്പം 12 ദിവസം നമ്മൾ പിന്നിട്ടു. അപ്പൊ നമുക്ക് നൽകാനായി സാധിച്ചത് 62,626 കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് വാക്സിൻ നൽകാനായിട്ട് സാധിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ആ തുടങ്ങുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു മിസ്ഹാപ്പ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു അഡ്വേഴ്സ് ഇവന്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത്. എന്ത് അഡ്വേഴ്സ് ഇവന്റ് ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് കൃത്യമായിട്ട് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അതിനെ അവലോകനം ചെയ്ത് എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്ന് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ് ഉണ്ട്. AEFI കമ്മിറ്റി എന്നാണ് നമ്മളത് പറയുക. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരു കുട്ടിക്കും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 2 കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഒരു അഡ്വേഴ്സ് ഇവന്റ് ഉണ്ടായി എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരികയും അതിനുശേഷം നമുക്കിപ്പം കുട്ടികളുടെ ഈ ഒരു ആക്സെപ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പോൾ ഈ വാക്സിനേഷൻ കൊടുക്കുന്ന വേളയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, മാതാപിതാക്കളുടെ ഒരു കൺസെന്റ് സമ്മതപത്രം നൽകിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പം സ്കൂൾസ് ഒക്കെ പരീക്ഷ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇത് സ്കൂൾ ലെവലിലുള്ള ക്യാമ്പയിൻ അവസാനിപ്പിച്ച് അതിനുശേഷം ചെറിയ കുട്ടികൾക്ക് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടി ബേസ്ഡ് ആയിട്ട് കൊടുക്കാം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇപ്പം സ്കൂളിൽ നിന്ന് നമുക്ക് കുറച്ചൊരു എല്ലാവരും ഒന്ന് പുറകിലോട്ട് പോയ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വീണ്ടും വിളിക്കാൻ ഇടയായത്. അപ്പൊ 12 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും കുറവ് അച്ചീവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ പല ടീച്ചേഴ്സ് മുഖേന പാരന്റ്സുമായിട്ടുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പലരും ഈ വാക്സിനേഷനെ പറ്റി കുറച്ചൊരു ഭീതി ഈയിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് പത്രത്തിലൊക്കെ വന്ന ശേഷം ആണ്, അതുകൊണ്ടാണ് പുറകിലേക്ക് പോയത് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനും പിന്നെ കൂടുതൽ ഊർജിതമായിട്ട് നമുക്കിത് പോകണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു സപ്പോർട്ടും കൂടി വേണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പൊ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാരന്റ്സ് ഇതിന് പുറകിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം എല്ലാ സ്കൂളിലൂടെയും അത് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ മാധ്യമങ്ങളിലൂടെയും കൂടെ അത് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് വിളിച്ചത്. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ.
അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.